ദീപകിന്റെ ആത്മഹത്യയ്ക്ക് വഴിവെച്ച ഷിംജിതയുടെ വിവാദ വീഡിയോയുമായി ബന്ധപ്പെട്ട് പുതിയ പരാതി. സംഭവം നടന്ന ബസ്സിലെ യാത്രക്കാരിയാണ് പരാതി നൽകിയത്. പ്രചരിക്കുന്ന വീഡിയോയിൽ താനും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വീഡിയോ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. പരാതിയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായി ദീപകിന്റെ സഹോദരനും വ്യക്തമാക്കി. അതേസമയം ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് മറ്റൊരു പരാതി കൂടി പോലീസിന് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസിനാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് ഷിംജിത എടുത്ത ദൃശ്യങ്ങളിൽ പതിഞ്ഞ ഒരു യുവതിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും തൻ്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതായി ദീപകിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ ഏത് തരത്തിലാണ് പരാതി എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസ് നൽകിയിട്ടില്ല. പരാതിയുടെ വിശദാംശങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നും ദീപകിന്റെ സഹോദരൻ പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടി കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു റെസിപ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ റെസിപ്റ്റായിട്ട് ഇങ്ങനെ ബന്ധം വെച്ച് ട്രാഫിക്കിൽ ഞാൻ ബന്ധം വെച്ചിനി. ഞാൻ ട്രാഫിക് പോലീസുകാരായിട്ടും ബന്ധം വെച്ച്. അപ്പോൾ ഇത് കണ്ണൂരാണെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണൂരായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ബന്ധം വെച്ച് കളിക്കുന്നത്. അങ്ങനെ ഇന്നലെയാണ് അത് കറക്റ്റ് സിറ്റിയിലാണ് ഉള്ളത്. പരാതിൻ്റെ കോപ്പിയെന്നു SI ഞാൻ സംസാരിച്ച്. അപ്പോൾ SI പറഞ്ഞ് കമ്മീഷൻ പറയാതെ നമുക്ക് ഇത് തരാൻ പറ്റില്ല. അങ്ങനെ കമ്മീഷൻ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് കമ്മീഷനായി സംസാരിച്ചപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല മറുപടി, നല്ല വൃത്തിയിലുള്ള മറുപടി തന്നിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഈ സംഗതി കമ്മീഷണർ പറഞ്ഞ് നിങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് തന്നാലും ഞങ്ങൾ കറക്റ്റ് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾ കറക്റ്റായിട്ട് അത് അയച്ചേക്കണം. ഈ കുട്ടി ആരാന്നുള്ളതെല്ലാം അന്വേഷിക്കണം. ഈ കുട്ടീന് ഇങ്ങനെ പരാതി വന്നുകണോ ഇല്ല എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്. ആ പരാതിയിൽ പറഞ്ഞത് SI പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ കുട്ടീൻ്റെ ഫോട്ടോസ് അതിൽ വന്നപ്പോൾ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തത്. ആദ്യം ഇട്ട വീഡിയോ ഫസ്റ്റ് ഇവിടെ വിട്ട വീഡിയോയിലുള്ള ഇതാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി പരാതി വിട്ടത്. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ഷിംജിതയുടെ ജാമ്യ ഹർജി ഇന്ന് ഉച്ചതിരിഞ്ഞ് കോടതി പരിഗണിക്കും. തന്നോട് മോശം രീതിയിലുള്ള പെരുമാറ്റം ദീപകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം പോലീസ് മൊഴിയെടുത്തപ്പോൾ അത്തരത്തിൽ ഒരു ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള സ്പർശനമാണ് ദീപകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നീട് അറസ്റ്റിലായ ശേഷം പോലീസ് മൊഴിയെടുത്തപ്പോഴും ഇക്കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങൾ ദീപകിന്റെ ഭാഗത്തു നിന്നും മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അസ്വാഭാവികമായ ഒരു കാര്യവും ബസ്സിൽ നടന്നിട്ടില്ല. നിയമപരമായ പരിജ്ഞാനമുള്ള ഷിംജിത ഇക്കാര്യം ബസ് ജീവനക്കാരോടോ സഹയാത്രികരോടോ അല്ലെങ്കിൽ പോലീസിനോടോ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത്തരത്തിലൊരു വീഡിയോ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്താൽ ജീവഹാനി വരെ ഉണ്ടാവാം എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്ത്. അതുകൊണ്ട് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുത് എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ജാമ്യം നൽകിയാൽ മറ്റു സ്ത്രീകളും സമാന രീതിയിൽ തന്നെ വീഡിയോ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കും, ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന വിചിത്രമായ വാദവും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നത്തെ ജാമ്യ ഹർജിയെ പോലീസ് പ്രോസിക്യൂഷൻ എതിർക്കും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിലും ഒപ്പം ഇവരെ പുറത്തേക്ക് വിട്ടാൽ സുരക്ഷാ കാര്യങ്ങൾ ഉണ്ടാവുമെന്നും ചൂണ്ടിക്കാട്ടിയാവും എതിർക്കുക എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.